ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ കുഞ്ഞാറ്റൻ്റെ റൂമിൻ്റെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ അങ്ങനെ ഇട്ടിട്ടില്ല. ചെറിയ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാഞ്ഞത്. അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു യാത്ര പോവാണ്. യാത്ര എന്ന് പറയാൻ പറ്റില്ല, അതായത് നമ്മളിവിടെ തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, ഏറെക്കുറെ എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു പന്നിക്കട, രവിയേട്ടൻ്റെ പന്നിക്കട, അങ്ങനെയല്ലേടി, അങ്ങനെന്തുമാണ് പേര് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാനും അവനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ ദാ നമ്മുടെ ആൻസി ഇവിടെ ഭയങ്കര പരിപാടിയിലാണ്, ചെടീൻ്റെ എന്തൊക്കെയോ ചെയ്തികളാണ്. എന്താ പരിപാടി? ആ, നമ്മുടെ ജാഡുവിന് അങ്ങനെ പൂത്ത് നിൽക്കണ വൈകെ അതൊരു വല്ലാത്ത ഭംഗി തന്നെ കേട്ടോ. ഇത് കണ്ടോ, കുറച്ചധികം ദിവസം ഇതിൻ്റെ ഫ്ലവർ ഇങ്ങനെ നിൽക്കും. ഈ താഴെയൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഫുള്ള് ഈ മേളിത്തെ ഇലയുള്ളതുകൊണ്ട് മാത്രം കാണാത്ത കേട്ടോ. അടിപൊളി. അപ്പോൾ ഞങ്ങൾ പോട്ടെ ആൻസി, ഞാൻ പോയിച്ചും വരാം. ബൈ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഈ വണ്ടിയിലാണ് പോകുന്നത്, പക്ഷേ ഇത് നമ്മൾ അമ്പലയിൽ വെച്ചിട്ട് അവൻ്റെ വണ്ടിക്കാട്ടോ പോവുക. അവൻ്റെ പേരും ജിൻസ് എന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇതിലുണ്ടായിരുന്നു കേട്ടോ, കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ അവനും വന്നിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ആൻസി, ശരിക്കും പറഞ്ഞത് എവിടെയാണെന്ന് എനിക്കും വലിയ ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ജിൻസിനെ അറിയുള്ളൂ. മേളിൽ നമ്മുടെ ചീങ്ങേരിമലയും മഞ്ഞപ്പാറ മല, അതേപോലെ ഓരോ മലകളൊക്കെ കാണുന്നുണ്ടോ. ശരിക്കും ഞങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭംഗിയുള്ള സ്ഥലമാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ നാടിനെ ഞാനിങ്ങനെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കും. അത് ശരിക്കും നമ്മൾ ഇവിടുന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ നാടിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അവനെയും കൂടി കണ്ടിട്ട് കൂട്ടിക്കൊണ്ട് വേഗം പോകണം. കാരണം മഴയെങ്ങാൻ പെയ്യുമെന്നൊരു സംശയമുണ്ട്. ചിലപ്പോൾ മിക്കവാറും പുള്ളി സ്കൂട്ടറിനായിരിക്കും വരിക, ചിലപ്പോൾ കാർ എടുക്കും, അല്ലെങ്കിൽ സ്കൂട്ടറിന് ഇപ്പോഴും റെഡിയായി വരുന്നുള്ളൂ കേട്ടോ. ഇതുണ്ട്, ആ കാണുന്നതാണ് നമ്മുടെ ചീങ്ങേരിമലയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നമ്മുടെ എന്താ പറയുക, ചീങ്ങേരിമല ആ ബേക്കിൽ കാണുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ ഇത് കടുവാക്കുഴി എന്നൊക്കെ പറയും. ഇവിടെ അങ്ങനത്തെ ഒരു സ്പോട്ടും കൂടി ഉണ്ട് കേട്ടോ, കടുവാക്കുഴി. നമ്മൾ പണ്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയേ, എന്ത് ലുക്കല്ലേ. ഈ സൈഡിൽ കൂടി ശരിക്കും ഒരു തോട് ഒഴുകുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ പുല്ലും കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ വല്ലാത്ത ഭംഗി കേട്ടോ. കാരണം എന്താണെന്നറിയോ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാണുന്നത് നമ്മുടെ ഒരു പാറയാണ്. ആ പാറയും പിന്നെ ഇതൊരു പാറ, അതിൻ്റെ നടുക്ക് കൂടി വഴി ആ സൈഡിൽ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. ആ പൈപ്പിൻ്റെ താഴെ കൂടി ഒരു തോട് ഒഴുകുന്നുണ്ട്. വല്ലാത്തൊരു ഭംഗി. അത് മാത്രമല്ല, നല്ല മഴക്കാറ് കയറിയിട്ടുണ്ട്, ഏത് നിമിഷവും പെയ്യാം, എന്ത് സംഭവിക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവൻ മഞ്ഞും നമ്മുടെ വണ്ടി ലോക്കാണോന്നൊന്ന് നോക്കിയേക്കാം. ഇടയ്ക്കൊക്കെ നോക്കുന്നത് നല്ലതാ. ലോക്കാം. അപ്പോൾ ഇനി അവൻ വന്നിട്ട് അവൻ്റെ കൂടെ നമുക്ക് വേഗം പോകട്ടെ. അവൻ വന്നു, ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഇതെന്താണ് തന്നെ ഇരുന്ന് മുട്ടായൊക്കെ തിന്നുണ്ടല്ലോ നീ? എന്നോ കഴിച്ചാ? എന്നാ കുഴപ്പമില്ല, എന്നാ പോവാ. ഇത് എവിടെയാണ് സ്ഥലം? അപ്പോൾ ഞങ്ങൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരൊക്കെ ദൈവം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കുളവപ്പാറ, രവിയേട്ടൻ്റെ പന്നിക്കടയല്ലേ? അത് തന്നെ സംഭവം. കുറച്ച് പേർക്ക് അറിയുമായിരിക്കും. കുറെ പേർക്കൊക്കെ അറിയാം, അത്യാവശ്യം ഫേമസ് ആണ്. അപ്പൊ ഞങ്ങള് വയനാട്ടുകാരായിട്ട് ഞങ്ങൾ ഇതുവരെ ഞാൻ പോയിട്ടില്ല. നീ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഞാൻ 4 വട്ടം പോയിട്ടുണ്ട്. ഒന്നത് കുഞ്ഞി പെട്ടിക്കടയായിരുന്നപ്പോ ഞാൻ പോയിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് കടയൊക്കെ ഒന്ന് ലെവലായപ്പോഴും ഞാൻ പോയിട്ടുണ്ട്. ഇവൻ ആദ്യമായിട്ടോ. ഞാൻ ആദ്യമായിട്ടാ. ഉള്ളതുപോലെ പറയാലോ, ഇതിൽ കുഴപ്പമില്ലല്ലോ. മഴക്കാറ് നല്ലോണം. ഞാൻ പേടിച്ചായിരുന്നു നീ സ്കൂട്ടർ കൊണ്ടെങ്ങാനാണോ വരിക. ഇല്ല, ഞാന് കാർ എടുക്കാനുള്ള ഉദ്ദേശമായിരുന്നു. പിന്നെ അന്നത്തെ പോലെ മഴ പെയ്താലോ. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി ചെറിയൊരു യാത്രയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, മിക്കവാറും അടുത്ത മാസം അല്ലേ അതിൻ്റെ പിന്നത്തെ മാസം അല്ലേ. എന്തായാലും അത് അടിച്ചു പൊളിക്കാം, തകർക്കാൻ മതി. അതെ. അപ്പോൾ ആ കാണുന്ന മല കണ്ടോ, അതാണ് നമ്മുടെ കുളവപ്പാറ മല കേട്ടോ, കുരിശുമലയാണ്. നീ കയറിയിട്ടുണ്ടോടാ? ഞാൻ കയറിയിട്ടുണ്ടാ. അടിപൊളിയാ, ഞാനും കയറിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ വിശ്വസിച്ച് പോകാൻ പറ്റില്ലല്ലോ അവിടെ ഈ പിള്ളേര് മൊത്തം വന്ന് അലമ്പാക്കിട്ടേ. അലമ്പെന്ന് പറഞ്ഞാൽ വേറെ പല കേസുമാണ് അവിടെ നടക്കണേ ഒക്കെ. എന്താണെന്നറിയോ, ഇതൊക്കെ നമ്മുടെ ഈ ടൂറിസത്തിന്റെ കീഴിൽ വരുന്നില്ലല്ലോ, അതാണ് പ്രശ്നം. അതിന്റെ കീഴിൽ വരികയായിരുന്നെങ്കിൽ അടിപൊളി ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കേട്ടോ. അത് അടിപൊളിയാണ്. നമ്മുടെ വയനാട്ടിലെ ചിന്നിച്ചരം, ഞങ്ങളെ കുഞ്ഞിച്ചോരാണ്. അമ്പലം 10 റൂട്ടില് ചേട്ടാ. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് കയറി വരും. ചില ചേട്ടന്മാർ അങ്ങനെയുണ്ടേ, വളവ് വളഞ്ഞിട്ട് നേരെ നമ്മുടെ നേരെ വരും. അങ്ങനത്തെ ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്. അത് ശരിയാ. പക്ഷെ ഇപ്പൊ വയനാടിന്റെ ഒരു പ്രത്യേകത ഉണ്ടോ, 5-6 ദിവസം മഴ പെയ്തു, അതുകൊണ്ട് മൊത്തം ഒരു പച്ചപ്പായില്ലേന്ന് നോക്കി അല്ലേ.
നല്ല ഭംഗിയല്ലേ, അടിപൊളി ലുക്കായി. എന്താ രസല്ലേ. എനിക്കാണെങ്കിൽ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. നീ മരുന്നടിച്ച് ഹോസ്പിറ്റലിൽ പോകണ്ടേ? പോയി കാണിച്ചില്ല? കാണിച്ചു, ഹോസ്പിറ്റലിൽ കാണിച്ച് മരുന്നൊക്കെ കഴിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. ഇവനെ മരുന്നടിക്കാൻ പോയിട്ടേ. അതെ അതെ, പറമ്പില് മരുന്നടിച്ചാ മാസ്ക് ഇട്ട് മരുന്നടിക്കില്ല. അതിന് പറ്റിയതാ. ഓ, ഈ മരത്തിലെ പൂവൊക്കെ പോയല്ലേ, നമ്മുടെ ചുമപ്പ് വാഗ. അതല്ലേ. ഞങ്ങള് മൂന്നാർ പോയിട്ട് ഇതിന്റെ വയലറ്റ് കണ്ടു മോനെ. അടിപൊളിയാ. ഓ, അതായത് പച്ചപ്പിന്റെ ഉള്ളിലാവുമ്പോഴേ അതൊരു അടി സൂപ്പർ തന്നെയാണ്. ഭയങ്കര ലുക്കാ അത്. അത് ശരിയാ. അതെ, അതിനേക്കാളും, പക്ഷെ അതിനേക്കാളും ഭംഗി എന്താ അറിയോ, ഈ റെഡാ. റെഡ് ഭയങ്കര എടുപ്പാ. അന്ന് നിങ്ങൾ എത്ര ദിവസത്തെ യാത്രയാ? നിങ്ങൾ എന്നാ പോയാ? ഏത്, മൂന്നാർ പോയതാ? അതൊരു 10-15 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നു. ആണോ? എന്താ വണ്ടി തിരിയുമ്പോ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെ വീഴുന്ന വെച്ചേക്കുന്നേ. ഓളായിരുന്നോ? ഇതുണ്ടോ കുളപ്പാറ മല നിൽക്കുന്നേ. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോ കയറണം. ഞാൻ പണ്ടൊന്ന് കയറി, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത. ഞങ്ങൾ പോണ വഴിക്ക് സ്നേഹാരാമം. എടാ, സ്നേഹാരാമം എന്നല്ലേ എഴുതിയേക്കുന്നത്? എന്താ സ്നേഹാരാമോ? സ്നേഹാരാമം. അപ്പം അങ്ങനെ ഒരു സംഭവം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം കൂടി സെറ്റപ്പ് ആക്കിയതാട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ കണ്ട്, ഊഞ്ഞാലുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ, ഇപ്പം അത് നോക്കാത്തത് കൊണ്ടല്ല അലമ്പായി പോയി. അതേപോലെ ഇത് കണ്ടോ, കുപ്പിയും വേസ്റ്റ്, ബീറും കുപ്പി, ഇതൊക്കെ ചില്ലും കുപ്പിയൊക്കെ, അതും വേസ്റ്റ് എല്ലാം കൊണ്ട് തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പൂക്കളാണ്. ഇതൊക്കെ മിക്കവാറും നമ്മുടെ ഓണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഫുള്ള് പൂവാകും. ഈ മാസം ലാസ്റ്റൊക്കെ അതോടുകൂടി, അല്ല ഈ മാസം അല്ല, അടുത്ത മാസം ലാസ്റ്റോടുകൂടി ഇവിടെയൊക്കെ സെറ്റപ്പ് ആവട്ടോ. കുറേ നേരത്തെ പണിയായിരുന്നു പിള്ളേരുടെ, അതിങ്ങനെയായി. അപ്പോൾ നമ്മളങ്ങനെ നമ്മളങ്ങനെ കൊളവപ്പാറ ടൗൺ എത്തിട്ടോ. കൊളവപ്പാറ ടൗൺ അല്ല, ലെഫ്റ്റ് ആണ്. ഓ, മാനന്തവാടി റൂട്ടിലല്ലേ? മാനന്തവാടി റൂട്ട്. അപ്പൊ പിന്നെ ഇതെങ്ങനെ കൊളവപ്പാറയാണ്? അല്ല, ശരിക്കും പിന്നെ കേസർ റൂട്ടിന് കുറച്ചങ്ങോട്ട് നമ്മൾ ലെഫ്റ്റിക്ക് പോകണം. അപ്പൊ ഞാൻ വേറെ കാര്യം പറയട്ടെ, അവിടുന്ന് എന്നാ കൊളവപ്പാറയ്ക്ക് കുറുക്കുവഴി ഉണ്ട് കേട്ടോ. ആ ചേട്ടനെ എനിക്ക് അത് അറിയില്ലടാ. ആ ചേട്ടനെ കണ്ടാ അറിയാം. നമ്മുടെ നാട്ടിലുള്ളെങ്കിലും ചില ഊടുവഴി അറിയില്ല. ഇത് നമ്മുടെ ബത്തേരി ഫേമസ് റൂട്ടാണ്, മന്ദംകൊല്ലിക്കുള്ള. മന്ദംകൊല്ലി, അതായത് മന്ദംകൊല്ലി നമ്മുടെ ബീവറേജ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അങ്ങോട്ടുള്ള വഴി. വീടുകള്, വീടല്ലേ, റിസോർട്ട് ആക്കാനുള്ള പരിപാടിയാണ്. പഴയ ഒരു ഇല്ലത്തിന്റെ സ്റ്റൈലാക്കി എടുക്കുന്നത്. ഈ ലെഫ്റ്റിൽ കാണുന്നത് നമ്മുടെ ബീനാച്ചി എസ്റ്റേറ്റ് ആണ് കേട്ടോ. അത് കണ്ടോ, പുലിനെയൊക്കെ പിടിച്ചത് ഇതിന്റെ അകത്തോ? ഇതിനകത്ത് പുലി ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതിന്റെ അകത്ത് കൂടി എത്ര ദൂരം നടന്നിട്ടുണ്ടെന്ന് അറിയോ? എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, ആഷിക്കുന്ന പേര്. അവന്റെ പപ്പ ഇവിടെ സൂപ്പർവൈസർ ആയിരുന്നു. അപ്പൊ ഞങ്ങള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. കുറേ പോയിട്ടുണ്ട് ഉള്ളില് ഓറഞ്ച് തോട്ടം ഉണ്ട്. അടിപൊളി സെറ്റ് സ്ഥലം അതിന്റെ ഉള്ളിൽ. പൊളിയാ, പക്ഷെ കാട്ടുമൃഗങ്ങളുണ്ടാവും, അതാണ് പേടിക്കുന്നത്. അങ്ങനെ ഒരു ഊടുവഴിയിലേക്ക് കയറി. ഇവിടെ എവിടെയാ കട? ഇവിടുന്ന് കുറച്ചുകൂടി അങ്ങ് പോകണം നമ്മള്. ആണോ? ഈ ഊടുവഴി കൂടെ. അല്ല, ഈ വഴി, ഈ ബയോഗ്രഫിക്കൽ ഒരു ഇത് വെച്ചിട്ട് ഈ വഴി നമ്മൾ നേരെ കൊളവപ്പാറയില്ലേ അവിടെ എത്തുമല്ലോ. എത്തും, കാരണം നമ്മൾ ഈ റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിയല്ലേ ചെയ്തേ. നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു. ആ തിരിഞ്ഞ ജംഗ്ഷന്റെ പേരറിയോ? ജംഗ്ഷന്റെ പേര് ബീനാച്ചി കാവലിയാണോ? ബീനാച്ചി അല്ല, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ. ഇതൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാപ്പശ്ശേരിക്ക് പോണ റോട്ടിൽ നിന്ന് ലെഫ്റ്റ്. അയ്യോ, കവല അറിയില്ലല്ലോടാ. ആ കവലേന്റെ പേര് ഞങ്ങൾക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ഓഫ് റോഡാണ്. ഓഫ് റോഡ് വഴിയാണ്. കട്ടറാണല്ലോ മൊത്തം, ഫുള്ള് കട്ടറാടാ. ഞാൻ പണ്ട് നല്ല വഴിയായിരുന്നു ഇതിലെ. നീ എപ്പോഴാ പണ്ട് ഇതില് പോയ? 96 കാലഘട്ടങ്ങളിലാണോ? എന്തേ 96 തെറ്റിയോ? വഴിയാണോ? ഈ വഴി തന്നെ. ഇങ്ങോട്ട് താഴേക്ക് തന്നെയാ? ഇത് നമ്മുടെ കുളപ്പാറമല. എന്താ ഭംഗിയില്ലേ? അത് ഒരു സൈഡിൽ നോക്കി ഒരു ആന നിക്കുന്ന ഫീലാ. ആടാ, ശരിയാട്ടോ. നീ കുഴികളൊക്കെ രണ്ടായിട്ട് ചാടിക്ക്. രണ്ടായിട്ട് അടിക്കണ്ട. അതെങ്ങനെയാണെന്നറിയോ? കുഴികൾ ഒന്നായിട്ടും ചാടിക്കാൻ, രണ്ടായിട്ടും ചാടിക്കാം. ആദ്യം 2 വീല് ഒരു ഇതിലൂടെ പോയിട്ട് പിന്നെ കുഴി ചാടിക്കണല്ലേ? അങ്ങനെയല്ല, നമ്മളതൊക്കെ ഒരു കൊളോക്കലി അങ്ങ് പറയുന്നതാ. ഈ വഴി 1.5 കിലോമീറ്റർ പോയാലേ നമ്മൾ കൊളകപ്പാറ കവലയെത്തും. നമ്മളിപ്പോ പോകുന്ന വഴി ഏതാ? നമുക്ക് പാതിരിപ്പാലം റോഡാണ് പോകേണ്ടത്. പാതിരിപ്പാലം റോഡ് 2 കിലോമീറ്റർ ഉണ്ട്.
ഇതിൽ നമുക്ക് 2 കിലോമീറ്റർ ഉണ്ടോ പന്നിക്കടയിലേക്ക്? പന്നിക്കടയിലേക്ക് ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. ആണോ? ഒരു 800 മീറ്റർ താഴെ ഉള്ളൂ കേട്ടോ. എല്ലാവരുടെയും ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. എന്നാ പോയാലോ? പോവാ. അപ്പോൾ നമ്മളങ്ങനെ രവിയേട്ടൻസ് കടയിലെത്തി കേട്ടോ. രവിയേട്ടൻ്റെ പന്നിക്കട, അതായത് AK ജംഗ്ഷൻ കുളവപ്പാറ. അല്ല മോനെ, ഈ വഴി അങ്ങോട്ടുള്ള ഈ വഴി കുളവപ്പാറയ്ക്കാടാ. കുളവപ്പാറയ്ക്കല്ലേ? നീ 4-5 പ്രാവശ്യം ഇവിടെ വന്നിട്ട് ഇപ്പോഴാണ് നീ ഇത് പറയണത്. 4 പ്രാവശ്യം വന്നിട്ട് എനിക്ക് ഈ വഴി ഒരു ഐഡിയ കിട്ടുന്നില്ല. അത് കുളവപ്പാറ താഴെ പോയിട്ട് താഴെ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അവിടെ പോയിട്ടോ വരണ്ടേ? കുളവപ്പാറ അങ്ങ് പോകണം. എന്നാലും മീനാഴ്ച വരെ ഓടണ്ടായിരുന്നു. അല്ല, നമുക്ക് എന്താ തിരിച്ചു പോകുമ്പോൾ ഇതിലെ പോയ പോലെ? നമുക്ക് ഇതിൽ പോയി നോക്കാം. അപ്പൊ എന്താണെന്നറിയോ, തിരിച്ചു പോകുമ്പോൾ നമുക്ക് വഴി മനസ്സിലാവില്ല. ആ വഴി വന്നപ്പോ ഞാൻ പണ്ടേ ആ വഴി കൂടെ തന്നെ വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഈ വഴി കൂടെ കൊണ്ടുവന്നത്. അത് കുഴപ്പമില്ല, വാ. അങ്ങോട്ട് വഴി പോകണം. അത് പാതിരിപ്പാലത്തേക്ക് പോകും. പാതിരിപ്പാലം. രവിയേട്ടൻ്റെ കട. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ കടയിൽ കയറി ഇരിക്കാൻ കേട്ടോ. കൈ കഴുകി. ഇതെൻ്റെ പൊറോട്ട. ഇതെൻ്റെ പൊറോട്ട. ഇല്ല, നീ കപ്പേൻ്റെ ആളല്ലേ, നീ കപ്പ മാത്രം കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും നിന്റെ വരും അല്ലേ ഇങ്ങോട്ട്? പിന്നെ നിനക്കെന്താ ഈ കപ്പേനോട് ഇത്ര ഇത്? എനിക്കങ്ങനെ കപ്പേനോട് വലിയ താല്പര്യമില്ല. വീട്ടിലെ ആൻസിക്കൊക്കെ കപ്പ തന്നെ മതി. ആൻസിക്ക് പിന്നെ എങ്ങനെയാ വെച്ചാൽ കപ്പ ബിരിയാണീൻ്റെ ആളാണ് ആൻസി. അപ്പൊ അങ്ങനെ നമ്മുടെ പൊറോട്ടയും വന്നു. ഇത് കണ്ടോ, ഇത് വയ്ക്കാം. ഇതാണ് പന്നി. എൻ്റെ ഒരു കളറൊക്കെ കണ്ടോ അല്ലേ? ഞാൻ ആദ്യമേ ഇത് കൂട്ടൊരു ടേസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നീ പറയണം. സൂപ്പർ. ഓ, അടിപൊളി. ഇനി ഞാനേ പൊറോട്ടയും കൂട്ടി ഒന്ന് കഴിച്ചാൽ ഒരു പീസിങ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം. ഞങ്ങള് നേപ്പാളിൽ നിന്ന് ഈ സെയിം ടേസ്റ്റിൽ കഴിച്ച പന്നി ഫ്രൈ. അടിപൊളി. അത് പക്ഷേ ഇതില്ലേ, പൊരിയൊക്കെ ഉണ്ടാവും കൂടെ. 4 കഷ്ണം ഉണ്ടാവുള്ളൂ, ഇത്ര ഉണ്ടാവില്ല. അടിപൊളി. ഒരു രക്ഷയില്ലാതെ സൂപ്പർ. പന്നിക്ക് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതായത് ഗ്രില്ലുണ്ട്, റിബുണ്ട്, പിന്നെ മിക്സഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതുണ്ട്. പിന്നെ ഇത് പന്നീൻ്റെ തന്നെ ചാറൊക്കെ. അതേപോലെ ഇവിടെയൊക്കെ ഉണ്ട് 2-3 ചാറ്, മീൻ കറി, മോര് കറി, അങ്ങനെ എല്ലാവിധ സംഭവമുണ്ട്. പിന്നെ ദോശയുണ്ട്. ദോശയോ? ആണോ? അപ്പം എന്തായാലും ഇവനെ നമുക്കൊന്ന് വേഗം നടത്താം കേട്ടോ. ആ കളർ തന്നെ നോക്കല്ലേ, പൊളി. നീ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ നമ്മള് പന്നിയെല്ലാം കഴിച്ച് പുറത്തിറങ്ങി. അടിപൊളി. ഒന്നും പറയാനില്ല. രക്ഷയില്ല കേട്ടോ. അടിപൊളി. ഓ, അടിപൊളി സാധനം. എനിക്ക് ആ ബോട്ടിനേക്കാളും ഇഷ്ടപ്പെട്ടു. നിനക്ക്? ബോട്ടിനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ആ ചില്ലിയൊക്കെ ഒന്ന് ട്രൈ ചെയ്യായിരുന്നല്ലേ? നമ്മള് ഫുഡ് ഇച്ചിരി മുമ്പോട്ടായിണ്ടേ. നമ്മളതല്ല ഇന്ന് ചെയ്യണ്ടേ. നീ ഒരു സാധനം വാങ്ങാം, ഞാനൊരു സാധനം. രണ്ടാകുമ്പോ രണ്ടും ടേസ്റ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ട് തന്നെ വാങ്ങിച്ചേ. ഫ്രൈ തന്നെ വാങ്ങിച്ചു. അതില് പറ്റിപ്പോയി. അപ്പൊ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കണ്ടോ, മഴയൊക്കെ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിള്ളേരെ സ്കൂള് വിടുന്ന സമയമായി. അന്നേരത്തേക്കും മഴ തുടങ്ങി. നല്ല കാറുണ്ട്. മിക്കവാറും ഇടിച്ചു കുത്തി പെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടല്ലേ. ഇനി നമ്മള് പോകുന്നത് വന്ന വഴിയല്ല കേട്ടോ, നമ്മള് കുളവപ്പാറ വഴിയാട്ടോ. നീ 5-6 പ്രാവശ്യം വന്നിട്ട് ഈ വഴി നീ ഇതുവരെ പോയിട്ടില്ലല്ലോ. നമ്മള് മേലെ നല്ല വഴിയായിരുന്നു കേട്ടോ. ഇങ്ങോട്ടേക്ക് വന്നപ്പോ ചെറിയൊരു കട്ടറല്ലേ. അപ്പൊ എന്തായാലും മെല്ലെ വിടാം നമുക്ക്. പിന്നെ അവിടെ ഒരു ബാറ്. നിനക്കിനി അവിടെ കയറണോ? വേണ്ട, ഞാൻ കയറുന്നില്ല. വെള്ളടിയില്ല. ബാറുണ്ട് കേട്ടോ ഈ രവിയേട്ടന്റെ കടയിലോട്ട് വരുമ്പോ. ഫുഡടി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങള് പോയാൽ വിട്ടാലോ? എന്നാ പോവാല്ലേ. ഫുഡിനെ പറ്റി നീ പറ. ഫുഡ് അടിപൊളി, സൂപ്പർ. അഭിപ്രായം? അടിപൊളി ഫുഡ്. നൈസ് അല്ലേ? ഓ, അടിപൊളി. അപ്പൊ അങ്ങനെ ഞങ്ങള് കുളവപ്പാറ കവലയിൽ എത്തിട്ടോ. ഇത്രയും ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അതിനാണ് അവൻ നമ്മളിട്ട് വട്ടം കറക്കിയിട്ട് എവിടെയോ എതിലേക്കോ കൊണ്ടുപോയി. ശരിക്കും മറ്റേ റോഡാണ് ദൂരം കൂടുതൽ. ഇത് തൊട്ടടുത്ത്. ഇനിയിപ്പോ അടുത്ത സ്റ്റോപ്പ് നമ്മുടെ കുളവപ്പാറ ജംഗ്ഷനാണ്. അവിടുന്ന് നമുക്ക് അമ്പലത്തിലേക്ക് ഇരിക്കാം. നല്ല അടിപൊളി മഴയാണ് കേട്ടോ. നല്ല മഴ. കൊള്ളാം. ചെറിയ മഴ. ഇത് മഴ ആയി തുടങ്ങിയ ഇങ്ങനെയാണ്. ഷീറ്റേ കളർഫുൾ. അവരുടെ കൂടെ തന്നെ കയറി കേട്ടോ. ഇല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഫുള്ള് വണ്ടികളാ. ക്യൂ ആണ്. നല്ല പെയ്ത്ത് പെയ്തു കേട്ടോ. ഇവിടെയൊക്കെ നല്ലവണ്ണം പെയ്തു. നമ്മളവിടെ ഇങ്ങോട്ട് വരുമ്പോ പെയ്ത് തുടങ്ങുന്നുണ്ട്. അതെ അല്ലേ? എന്റെ മോനെ രക്ഷയില്ല. ഒളിച്ചു മഴയും
ശരിക്കും ഇപ്പോഴായിരുന്നു കഴിക്കണ്ട കേട്ടോ. ഇപ്പൊ കഴിച്ചാൽ കുറച്ചുകൂടി പൊളിച്ചാലേ. മഴയത്ത് അങ്ങനെ ഞങ്ങള് അമ്പലയിലേക്ക് എത്തി. നല്ല അടിപൊളി മഴയായിരുന്നു. മഴയെല്ലാം കഴിഞ്ഞു. എമ്മാതി മഴയായിരുന്നില്ലടാ. ആ കൂടെ പന്നിയും തേച്ച് തീർന്നു. ഇനിയിപ്പോ ഇവൻ പോവും, ഞാൻ വീട്ടിൽ പോവും. ഇല്ല, ഇവൻ വീട്ടിൽ പോയില്ല. കുറച്ച് സാധനങ്ങളെ കുറച്ച് കറി വെക്കാനാണ്. നാളെ കുഞ്ഞാറ്റയ്ക്ക് ക്ലാസ് ഇല്ല കേട്ടോ. അപ്പൊ അതിനുകൊണ്ട് ലീവ്. നാളെ മുഹറത്തിന്റെ ലീവ് ഇന്നായിരുന്നു. അത് നാളത്തേക്ക് മാറ്റി വെച്ചു. അപ്പോ അതുണ്ട്. അപ്പൊ അതുള്ളതുകൊണ്ട് നമുക്ക് നാളെ സുഖമായി കിടന്നുറങ്ങാൻ രാവിലെ. എത്ര മണിയാണ് നീ കിടക്കൂടാ? അല്ലെങ്കിൽ ഞങ്ങൾ 6 മണിക്ക് കേൾക്കും, കുഞ്ഞാറ്റനെ 7 മണിക്ക് കേൾപ്പിക്കും. നീ 10 മണി വരെ കിടക്കുന്ന എനിക്ക് തോന്നുന്നുണ്ട്. നാളെ കിടക്കാൻ കുറച്ച് നേരം. അപ്പൊ നമ്മളങ്ങനെ വീട്ടിലെത്തിട്ടോ. എന്നാ അതിൽ ഇതാന്ന് വേറെ നാക്കല്ലേ. മൈക്ക് ഇവിടെ ഇരുന്നാൽ പോരെ എനിക്ക്? വണ്ടിക്കകത്തിരിക്കട്ടെ മൈക്ക്. നമ്മൾ മൈക്ക് വണ്ടിയിൽ നിന്ന് ഇറക്കൽ കുറവാട്ടോ. ഹായ്, എന്തുണ്ട് വിശേഷം? ഇപ്പോഴേ അത്തിടുവാണോ? ആഗസ്റ്റ് പോലും അല്ല, ജൂലൈ പോലും ആയില്ലല്ലോ. നമുക്ക് കൊച്ചിന് അത്തിടലൊരു ഹോബി കേട്ടോ. ഓണത്തിന് കൊച്ചിന് ഭയങ്കര താല്പര്യമാണ് അത്തിടണം, അതേപോലെ തന്നെ സദ്യ കഴിക്കണം. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്താ നാളെ സ്കൂളില്ലല്ലോ? ഇനിയിപ്പോൾ തിങ്കളാഴ്ച പോയാൽ മതി. ജോളി. നാളെ 10 മണി വരെ കിടന്ന് ഉറങ്ങാട്ടോ. രാവിലെ നമുക്ക് ഓക്കെ. അത് നമുക്ക് ചായയിലിട്ട് കുടിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വീട്ടിലെത്തി. അവൻ്റെ അവിടെ നിന്ന് പോയി. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങി ഇങ്ങ് പോന്നു. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നതായിരിക്കും. അതേപോലെ ഒരു ടാറ്റ കൊടുക്കുക. ബൈ.